വിഷ്ണു, നേരത്തെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ രഞ്ജിത്തിനെ വിട്ടിരുന്നു. ഈ സമയത്തൊക്കെ രഞ്ജിത്തിനെ ഉപയോഗിച്ച് രഞ്ജിത്തിനെയും കൊണ്ട് കാരവലിനടക്കം എത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. പക്ഷേ രഞ്ജിത്ത് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന അന്വേഷണ സംഘം തന്നെ ആക്ഷേപം ഉയർത്തിയിരുന്നു. പിന്നീട് രഞ്ജിത്തിനെ ഒരു തവണ കൂടി കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടാനിരിക്കെയാണ് രഞ്ജിത്തിന് ജാമ്യം ലഭിച്ചത്. ഈ പറയുന്ന ക്രൈം ഓഫ് ഒക്യുറൻസ് എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ ഈ പറയുന്ന ഇടമൊക്കെ രഞ്ജിത്തിന്റെ അധീനതയിലുണ്ടായിരുന്ന ഇടമാണ്. അവിടെ സാക്ഷികൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ രഞ്ജിത്തിന്റെ സിനിമയിൽ അഭിനയിക്കുന്നവരായിരിക്കും, അതിൽ പ്രവർത്തിക്കേണ്ട അണിയറ പ്രവർത്തകരായിരിക്കും. അതുകൊണ്ട് തന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ രഞ്ജിത്തിന് വളരെ എളുപ്പമുള്ളൊരു കേസ് കൂടിയായി വേണമെങ്കിൽ ഇതിന് നമുക്ക് അനുമാനിക്കാം. അതുകൊണ്ട് തന്നെ വരും അന്വേഷണങ്ങൾ അത് പോലീസിനെ സംബന്ധിച്ച്, പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്, SITയെ സംബന്ധിച്ച് നിർണായകമായിരിക്കില്ലേ? അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ഈ കേസിന്റെ മുന്നോട്ട് പോക്കിന് ഉണ്ടാകുമോ? കാരണം ഈ പറയുന്ന നടി ആദ്യം പരാതി നൽകിയത് ICCക്കാണ്. ICC ഇതിലൊരു ഡിസ്ക്രിപ്ഷൻ പവർ ഉള്ള, അതിലൊരു തീരുമാനം എടുക്കേണ്ട ഒരു അതോറിറ്റിയാണ്. പക്ഷെ അവർ ഈ പരാതി മറച്ചു വെച്ചെന്ന ആക്ഷേപം അടക്കം ഉയർന്ന കേസ് കൂടിയാണിത്. സുഹേല്, അന്വേഷണത്തെ കാര്യമായി ബാധിക്കില്ല. അതായത് സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതി ശ്രമിക്കും എന്നുള്ളത് പ്രോസിക്യൂഷന്റെ എല്ലാ കേസുകളിലെയും വാദമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അന്വേഷണമായി പൂർണ്ണമായി സഹകരിക്കാമെന്ന് രഞ്ജിത്ത് തന്നെ വ്യക്തമാക്കുകയും സാക്ഷികൾ ഉള്ള ഇടത്തു നിന്ന് താൻ മറ്റൊരു ജൂറിസ്ഡിക്ഷനിലേക്ക് പോകാമെന്ന് രഞ്ജിത്ത് തന്നെ പറയുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈ കേസിൽ ഇനിയിപ്പോൾ റിക്കവറിയുടെ ഒന്നും സാഹചര്യമില്ല. കാരണം ഡിജിറ്റൽ തെളിവുകൾ അല്ലെങ്കിൽ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ട നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നതനുസരിച്ച് ഇതിൽ ബാക്കിയായി നിൽക്കുന്നത് ചില ചോദ്യം ചെയ്യലുകളാണ്. 3 ദിവസം രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങിയെങ്കിലും രഞ്ജിത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. രഞ്ജിത്ത് ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അതിന് രഞ്ജിത്ത് കൗണ്ടറായി പറഞ്ഞത് താൻ കുറ്റം സമ്മതിച്ചില്ല എന്ന് പറയുന്ന അർത്ഥം താൻ അന്വേഷണത്തോട് സഹകരിച്ചില്ല എന്നുള്ളതാണ്. പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു കേസ് ഉണ്ടാവും, ലൈംഗിക അതിക്രമ പരാതി പ്രോസിക്യൂഷൻ മുൻപിലുണ്ടാവും. പക്ഷേ തനിക്ക് പറയാനുള്ളത് മറ്റൊരു ഭാഗമാണ്. താൻ ഇതൊരു വ്യാജ പരാതിയായി കണക്കാക്കുന്നത്. അതുകൊണ്ട് താൻ അന്വേഷണത്തോട് സഹകരിച്ചില്ല എന്ന് പറയുന്നത് യുക്തിരഹിതം എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.